എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വൈകാരികമായ ഇടത്തിൻ്റെ പേരാണ് കൊട്ടാരക്കര. അതിൻ്റെ കാരണം കൊട്ടാരക്കര LIC ഓഫീസാണ്. എൻ്റെ അച്ഛൻ LIC ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അമ്മ ആ ജോലിയിലേക്ക് എത്തുമ്പോൾ മുതൽ കൊട്ടാരക്കര LIC ഓഫീസുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ഇപ്പോൾ ഉള്ള ആളുകളേ ഉള്ളൂ അറിയാത്തത്. ചാണ്ടിയങ്കിളിനെ ആയാലും നിർമ്മലേൻ്റെ ആയാലും ദേവാനുങ്കിളിനെ ആയാലും LIC ഓഫീസാണ്. സ്കൂളിൽ ക്ലാസ് ഇല്ലാത്ത എല്ലാ ശനിയാഴ്ചകളിലും കൊട്ടാരക്കര LIC ഓഫീസിൽ വരിക. കമ്പ്യൂട്ടറൊക്കെ കാണുമ്പോൾ അതൊരു കൗതുകമുണ്ടല്ലോ. കമ്പ്യൂട്ടറുമായി കളിക്കുക. അന്ന് ഈ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ സജീവമായിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ കളിക്കുക. ഈ എഴുതി തെറ്റുന്ന പേപ്പറുകളിൽ ഒരുപാട് എഴുതി പഠിച്ചിട്ടുണ്ട്. ആദ്യമായി വായിക്കാൻ ശീലിക്കുന്നതിൻ്റെ കാരണവും കൊട്ടാരക്കര LIC. അന്ന് ഈ സ്റ്റാഫുകൾക്ക് ബുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ കൊടുക്കുന്ന ആളുകൾ വരും. അപ്പോഴൊക്കെ അമ്മ ഇങ്ങനെ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് വരും. ആ പുസ്തകം വായിച്ചിട്ടാണ് വായിക്കുന്ന ശീലം തുടങ്ങുന്നത്. ഒരു വലിയ പുസ്തക വായനക്കാരനൊന്നുമല്ല എങ്കിലും ലഭ്യമായ അറിവെല്ലാം അന്ന് LICയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന പുസ്തകത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി ഓർത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ ഓർമ്മകളുടെയും അറ്റത്ത് LIC എന്ന സ്ഥാപനമുണ്ട്. LICക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ നമ്മുടെ എന്തോ ഒരു കുടുംബത്തിലെ സ്ഥാപനത്തിൻ്റെ നേട്ടം ഉണ്ടാകുന്ന സന്തോഷം എല്ലാ കാലഘട്ടത്തിലും അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ ഇവിടോട്ട് വരുമ്പോൾ ഈ ഖാദിക്കട കണ്ടു കഴിഞ്ഞപ്പം അവിടെ ഇതുപോലെ ഈ ജീവനക്കാർക്ക് ഒരു വർഷം കഴിയുമ്പോൾ പൈസ കൊടുത്താൽ മതി. അങ്ങനെ ഇവിടുന്ന് കുറേ മുണ്ട് ഷർട്ടും കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓർമ്മകളിലെല്ലാം അത് വ്യക്തി ജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും LIC, അത് പ്രത്യേകിച്ച് കൊട്ടാരക്കര LIC എന്നത് വളരെ വൈകാരികതയുടെ ഭാഗമാണ്. പിന്നെ കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞ് വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ക്യാഷിലെ ജോലിയാകുമ്പോൾ 17 എന്ന് പറഞ്ഞാൽ തെറ്റാണ്, 27 വർഷം ഇവിടെ ജോലി ചെയ്തു. അപ്പോൾ ക്യാഷിലെ ജോലിയാകുമ്പം മാർച്ചൊക്കെ ആകുമ്പോൾ വളരെ രാത്രിയായിട്ടേ ക്ലോസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ലാഭകരമായൊരു കാര്യമായിരുന്നു. അന്ന് ഈ സ്വന്തമായി വരുമാനമൊന്നുമില്ല, വണ്ടി ഉണ്ട് താനും. ഇതിൽ പെട്രോൾ അടിക്കാൻ എന്ത് മാർഗം എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് അമ്മ എത്താൻ വൈകും, അതുകൊണ്ട് വിളിക്കാൻ വരണമെന്ന് പറയുന്നത്. അത് ലാഭകരമായൊരു കാര്യമായിരുന്നു. അത് ലാഭകരമായൊരു കാര്യമായിരുന്നു. കാരണം എന്തായാലും അമ്മ പെട്രോൾ അടിച്ച് തരുമ്പം ഈ ഓട്ടോക്കാർ കൊടുക്കുന്നതിൻ്റെ കൂട്ട് ഓട്ടോ കാശല്ലോ തരുന്നത്. അന്ന് 100-200 രൂപയ്ക്കൊക്കെ അടിച്ചു തരും. അതൊരു 3-4 ദിവസം ഓടിക്കാൻ കാണും. പിന്നെയും പ്രാർത്ഥിക്കും വൈകണേ. അപ്പോൾ അന്നേരം പിന്നെയും വൈകുമ്പോൾ ഇവിടെ വന്ന് കാത്തു നിന്നിങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്തൊരു വരുമാനം കൂടിയായിരുന്നു. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ആ കാലം തൊട്ടുള്ള ഏജൻസായിട്ടുള്ള ആളുകളെയൊക്കെ അറിയാം. കാരണം അവരുടെയൊക്കെ വിരലിൽ തൂങ്ങിയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പം പുതിയ ഓഫീസിൽ എന്തൊക്കെ മാറ്റം വന്നു എന്ന് എനിക്കറിയില്ല. ആ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ എനിക്കറിയാത്തൊരു മുക്കും മൂലയും കൊട്ടാരക്കര LIC ഓഫീസിലില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരല്പം പോലും അതിശയോക്തി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അങ്ങനൊരു ഒന്നിപ്പം പാലക്കാടാണ് കോൺസ്റ്റിറ്റ്യുവൻസി, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാണ്. ഈ 2 ഉത്തരവാദിത്തങ്ങൾ MLA ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ ഈ നന്ദി പര്യടനമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
ഇനിഷ്യൽ ദിവസങ്ങളായതുകൊണ്ട് മന്ത്രിമാരെയൊക്കെ കാണേണ്ടുന്ന ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് പിന്നീടാക്കാം ഈ പരിപാടി എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു നിവൃത്തിയും തന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അമ്മ പറയുമ്പോൾ നമുക്കതിന് മുകളിൽ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് എന്നോട് കൊട്ടാരക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് പരിഭവം പറയുകയും ചെയ്തു. അവരുടെ ഡേറ്റ് ചോദിച്ചിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് ബ്ലോക്ക് പ്രസിഡന്റിനോട് കൂടി പറയാം. അതിങ്ങനെ കുടുംബത്തിൻ്റെ, മറ്റേത് കുടുംബമല്ലെന്നല്ല, അതെ, അങ്ങനെ കുടുംബത്തിൻ്റെ കൂടി നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശരീരവുമെല്ലാം LICയുടെ കൂടി ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്നീ പരിപാടിയിൽ അടിയന്തരമായി പങ്കെടുക്കുന്ന. കുറച്ച് സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് 12 മണിക്ക് കോട്ടയത്തെത്തണം. അതിന് മുന്നേ മണ്ണടി ക്ഷേത്രത്തിലൊരു പരിപാടിയുണ്ട്, അതിലും കയറിയിട്ട് വേണം എനിക്ക് എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വിശദമായി പിന്നീട് നമുക്ക് കാണാം. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നമസ്കാരം. ചെറുപ്പകാലത്ത് എൻ്റെ പിതാവ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സംക്ഷിപ്ത രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാക്കി മാറ്റിയെടുക്കുവാനും അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന രീതി മനസ്സിലാക്കി കൊടുത്ത് കേരളത്തിൻ്റെ അഭിമാനമാക്കി മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞ ഒരു അമ്മ എന്ന നിലയിൽ ഈ വിജയം വീരൻ ചേച്ചിയുടെ വിജയം കൂടിയാണ്. രാഹുലിൻ്റെ ഒരു വ്യത്യസ്തമായൊരു മുഖമാണ് ഇന്ന് കണ്ടത്. അദ്ദേഹം എന്നും നമ്മൾ കണ്ടിട്ടുള്ളത് തീപ്പൊരി നേതാവായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളിലും ഇലക്ഷൻ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്നത്തെ ആ ഒരു മുഖമേ അല്ല. എന്നും വളരെ മൂർച്ചയേറിയ ചോദ്യങ്ങളും വായടപ്പിക്കുന്ന മറുപടികളും മൂർച്ചയേറിയ വാദങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം എന്നും നിറഞ്ഞു നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു തുടക്കം മാത്രമാണിന്ന്. അദ്ദേഹത്തിന് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. വളരെ സമർത്ഥനായ ഒരു നേതാവാണ്. തീർച്ചയായും നമുക്ക് ഭാവിയിൽ ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് തീർച്ചയായും കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരെന്നുള്ള രീതിയിൽ അങ്ങനെ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ കടന്നു വരുന്നത് നമുക്ക് തീർച്ചയായും വളരെ സന്തോഷകരമാണ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവ് ബീന മാഡമാണ്. ഇത്രയും നാൾ അദ്ദേഹം നമ്മളെ സംബന്ധിച്ച് ബീന മാഡത്തിൻ്റെ മകനായിരുന്നു. അപ്പം മാഡത്തിന് ഇനി മുതൽ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അമ്മ എന്നുള്ളൊരു പേരിൽ അറിയും. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം, അല്ലേ? മക്കളുടെ പേരിൽ അറിയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് അത് ഉള്ളത്. അപ്പം മാഡത്തിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും മുന്നോട്ട് ഉള്ള യാത്രയിൽ ഒരുപാട് ഉയരങ്ങൾ ഇനിയും കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. അമ്മ വേറെ